ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം പൂർത്തിയായി. മോതിരവും പാലിയവും അണിയിച്ചു. ചടങ്ങുകൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ. ചടങ്ങിൽ പങ്കെടുത്ത ലോക്സഭ ഉപാധ്യക്ഷനും അമേരിക്കൻ വൈസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും അടക്കമുള്ള ലോക നേതാക്കൾ. കൊച്ചിയിൽ ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ആഭ്യന്തര അന്വേഷണത്തിനൊരുങ്ങി ഇഡി. കൊച്ചി സോണൽ ഓഫീസറിനോട് റിപ്പോർട്ട് തേടി. കൂടുതൽ ഇഡി കേസുകളിൽ അട്ടിമറി നടക്കാനിരിക്കുന്ന സാധ്യത തേടി വിജിലൻസ്. ഇഡി സമൻസ് അയച്ച മറ്റ് പലരിൽ നിന്നും സംഘം പണം വാങ്ങിയതായും സംശയം. ചോദ്യം ചെയ്യലിനിടെ ഇഡി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് പരാതിക്കാരൻ അനീഷ് ബാബു. കേസിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അനീഷ്. ഇന്ത്യക്ക് പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനും. പ്രതിനിധി സംഘം ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ. സംഘത്തെ നയിക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടെന്ന് ബിലാവൽ ഭൂട്ടോ. ഇന്ത്യയുടെ പ്രതിനിധി സംഘ രൂപീകരണത്തിനെതിരെ കോൺഗ്രസ്. ബിജെപി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ജയറാം രമേശ്. ഇന്ത്യ പാക് DGMO തല ചർച്ച ഇന്നില്ലെന്ന് കരസേന. ഹോട്ട്ലൈൻ ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് കരസേനയുടെ സ്ഥിരീകരണം. കഴിഞ്ഞ ചർച്ചയിൽ ധാരണയായ വെടിനിർത്തൽ കരാർ കാലഹരണപ്പെട്ടിട്ടില്ലെന്നും സേന. അതിർത്തിയിൽ സ്ഥിതി ശാന്തമാണെന്ന് വിലയിരുത്തി ഇന്ത്യ. ഹൈദരാബാദിലെ ചാർമിനാർ തീപിടുത്തത്തിൽ 17 മരണം. മരിച്ചവരിൽ 5 സ്ത്രീകളും 8 കുട്ടികളും. തീപിടിച്ചത് ഗുൽസാർ ഹൌസിലെ കെട്ടിടത്തിൽ പുലർച്ചെ 5:30 താമസക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ. തീ അണയ്ക്കാൻ 11 യൂണിറ്റുകളെ വിന്യസിച്ച് അഗ്നിരക്ഷാസേന. 3, 2, 1, 0. +5 seconds. Lift off normal. ऑटो ट्रैकिंग. PT ड्राइवर ट्रैकिंग. PSLV 661 का सफलतापूर्ण उत्थापन प्रथम प्रमोशन मंच. ISROയുടെ EOS-09 വിക്ഷേപണം പരാജയം. ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനായില്ല. പരാജയം വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിൽ. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ. കോഴിക്കോട് പ്രസവ ശസ്ത്രക്രിയക്കിടെ കുട്ടി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. മരിച്ചത് ചന്തക്കടവ് സ്വദേശിനി അശ്വിനിയുടെ കുട്ടി. സംഭവം ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി. ചികിത്സാ പിഴവിനായിരിക്കും. കാരണം അല്ലാതെ ഇപ്പൊ ഫസ്റ്റ് എത്തിയപ്പോ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹാർട്ട് ബീറ്റ് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലെങ്കിൽ അവർ അനക്കക്കുറവ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ടൈം മോണിറ്ററിംഗ് ചെയ്യേണ്ടതില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടീനെ നഷ്ടപ്പെട്ടത്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം. പാപ്പാനെ നേരെ ദൗത്യത്തിനായി എത്തിച്ച കുങ്കിയാനയുടെ ആക്രമണം. കുഞ്ചു എന്ന ആന പാപ്പാനെ എടുത്തെറിഞ്ഞു. പാപ്പാൻ ചന്തുവിന് കഴുത്തിൽ പരിക്ക്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തുവിടുന്നതിനെതിരെ ഷഹബാസിന്റെ കുടുംബം. ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനെ സമീപിച്ച് കുടുംബം. പരാതി ഫലം പുറത്തുവിടണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ.